ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ലിയക്കുട്ടി ഇറങ്ങിയിട്ടുണ്ട്. തലേനൊക്കെ തട വെച്ച് പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ പുറത്തോട്ടേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി നേരെ പോകുന്ന കിച്ചണിലോട്ടാണ്. ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കണം. ഇന്ന് പൂവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മക്കളൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട്. ഇമ്മ അടുത്തുള്ള നാത്തൂൻ്റെ വീട്ടിലേക്കും പോയിട്ടുണ്ട് കേട്ടോ. ഞാനും ലിയക്കുട്ടി മാത്രമേ ഉള്ളൂ. അവളുണരുമ്പോഴേക്കും പണിയൊക്കെ തീർക്കണം. അവളുണർന്നാൽ ഒന്നിനും സമ്മതിക്കൂല കേട്ടോ. ഗോതമ്പ് പൊടി കൊണ്ടാണ് പൂവട ഉണ്ടാക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതില്ലാത്തതുകൊണ്ട് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണ് മാവ് കുഴക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു ബൗൾസ് ആക്കിയിട്ട് എടുക്കണം. തേങ്ങ ചിരകാനുള്ള ചെറിയൊരു മടി കൊണ്ടാണ് കേട്ടോ ഇതുപോലെ പൂണ്ടെടുക്കുന്നത്. പൂണ്ടെടുത്ത തേങ്ങാപ്പൂൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ തേങ്ങ ചിരവിയതുപോലെയാവും. ഇതുപോലെ എന്നെപ്പോലെ മടിയുള്ളവർ ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിനിടയിൽ നമ്മൾ ലിയക്കുട്ടി ഉണർന്നു കേട്ടോ. അവൾക്ക് പാലൊക്കെ കൊടുത്ത് അവളെ കരച്ചിലൊക്കെ മാറ്റി അടുക്കളയിൽ തന്നെ വാക്കറിൽ ഇരുത്തി കേട്ടോ. അങ്ങനെയാകുമ്പോൾ അവൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിച്ചുകൊണ്ടിരിക്കും. അവളവിടെ കളിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പൂവടക്ക് വേണ്ടിയിട്ടുള്ള ഉരുളകൾ ചെറുതായി ഒന്ന് പ്രസ്സിലമർത്തിയിട്ട് അതിലേക്കുള്ള ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. തേങ്ങയും ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏലക്കായ ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് ഇതുപോലെ 2 തലയും കൂട്ടി പിടിച്ചിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. ലിയക്കുട്ടി എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളോട് ഓരോന്ന് സംസാരിച്ചിട്ടാണ് ഞാൻ ഈ പണികളൊക്കെ എടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലിയക്കുട്ടിയുടെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. കളിയൊക്കെ നിർത്തി അവൾ കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഞാൻ അവളെ എടുത്തിട്ട് പണിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ശീലമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറിയ കുട്ടികളുള്ള അമ്മമാരും ഉമ്മമാരൊക്കെ ഇതുപോലെ ചെയ്യലുണ്ടാവില്ലേ. നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികൾ കരഞ്ഞാൽ അവരെ കരയാൻ സമ്മതിക്കൂലല്ലേ. അങ്ങനെ ഞാനും പണിയെടുക്കാൻ തുടങ്ങി. ലിയക്കുട്ടി ഒക്കെ തിരുന്ന് ഓരോ വികൃതി ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അവൾ എന്നെ പണിയെടുക്കാനൊന്നും സമ്മതിക്കണില്ല. അതിനിടയിൽ എൻ്റെ മുഖത്തോട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ സ്വഭാവം എങ്ങനെയാണ് നോക്കുന്നുണ്ട്. ഞാൻ ചിരിക്കുകയാണോ എന്താണെന്ന് അറിയാൻ. അപ്പോൾ എനിക്കും ചിരി വന്നു കേട്ടോ.
അങ്ങനെ ലാസ്റ്റ് പൂവടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മക്കൾ കളി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ചായ കൊടുത്തു. ഞാനും അവരുടെ കൂടെ ചായ കുടിച്ചു കേട്ടോ. ഹോളിൽ താഴെ ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത്. ചെയറിലിരുന്നാൽ ലിയക്കുട്ടിക്കും എൻ്റെ മടിയിൽ കയറി ഇരിക്കേണ്ടി വരും. അവളപ്പോൾ ചായ കുടിക്കാനും സമ്മതിക്കില്ല, എല്ലാം വലിച്ച് താഴെ ഇടും കേട്ടോ. അതിലേറെ നല്ലതല്ല ഇങ്ങനെ ഇരുന്ന് കുടിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ഹോളിലിരുന്നു കേട്ടോ. അവളും ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വൈകുന്നേരത്തിനുള്ള ചോറിനുള്ള വെള്ളം വെക്കണം. ഇവിടെ 2 നേരം ചോറ് വെക്കലുണ്ട്, രാവിലെയും വൈകിട്ടും നല്ല ചൂടുള്ള ചോറിന് വേണം കേട്ടോ. അങ്ങനെ ശീലമായിട്ടുണ്ട്. അപ്പോൾ ചോറിനുള്ള വെള്ളം വെക്കട്ടെ. നമ്മളിവിടെ അടുപ്പിൽ തന്നെയാണ് കേട്ടോ തീയൊക്കെ മൂട്ടുന്നത്, ഗ്യാസിലൊന്നുമല്ല വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്